ഒറ്റക്കുതിപ്പിൽ ഇരയുടെ തലയോട്ടി തകർത്ത് ജീവനെടുക്കുന്ന ഒരുവൻ. പൂച്ചവർഗത്തിൽ ഏറ്റവും കാഠിന്യമേറിയ താടിയെല്ലും അതിനെ പൊതിഞ്ഞ് ശക്തമായ മാംസപേശികളും കൈവശമുള്ളവൻ. ആമസോൺ കാട്ടിലെ ഏകാകിക്ക് നൽകുന്ന വിശേഷണങ്ങൾ പലതാണ്. കൂട്ടം കൂടി നടക്കാൻ വിമുഖതയുള്ള ശൗര്യമേറെയുള്ള ഇവയാണ് ആമസോണിന്റെ ആവാസ വ്യവസ്ഥയെ കാത്തുസൂക്ഷിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ വിശ്വസിക്കണം. ആമസോൺ വനത്തിന്റെ കാവൽക്കാരനെ അല്ലെങ്കിൽ രാജാവിനെ, അവന്റെ പേരാണ് ജാഗ്വർ, ദ മോസ്റ്റ് ഡേഞ്ചറസ് ക്രിയേച്ചർ ഇൻ ആമസോൺ ഫോറസ്റ്റ്. തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്തു പടർന്നു കിടക്കുന്ന ഒരു വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ. ഇടതൂർന്ന മരങ്ങൾ കൊണ്ടും സസ്യലതാദികൾ കൊണ്ടും സമ്പുഷ്ടമായ ഭൂമി. നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നാണ് ഈ നിബിഡ വനങ്ങൾ അറിയപ്പെടുന്നത്. തവിട്ടു നിറമുള്ള ഡോൾഫിനുകളും നീർനായ്ക്കളും വമ്പൻ മുതലകളും ഭീമാകാരനായ അനാക്കോണ്ടകളും നിർബാധം വസിക്കുന്ന ഒരിടം. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിന്റെ ദേശം. പക്ഷേ ഇവരൊന്നുമല്ല ഇവിടുത്തെ ഹീറോ. കാട്ടിലെ രാജാവായ സിംഹങ്ങളോ കാടിനെ വരച്ച വരയിൽ നിർത്തുന്ന കടുവയോ ഇല്ലാത്ത ഈ മണ്ണ് ഭരിക്കുന്നത് മറ്റൊരു ഇരപിടിയൻ മൃഗമാണ്. പൂച്ചവർഗത്തിലെ ഇവന്റെ പേരാണ് ജാഗ്വാർ. പന്തേര ജനുസിലെ അംഗമാണ് ജാഗ്വാർ. 1.85 മീറ്റർ, അതായത് 6 അടി 1 ഇഞ്ച് നീളമുള്ള ഇവയുടെ ശരീരഭാരം ഏകദേശം 56 മുതൽ 96 കിലോ വരെയാണ്. ഒറ്റ കുതിച്ചുചാട്ടം കൊണ്ട് ഇരയെ കടിച്ചു കൊല്ലുന്നവൻ എന്നർത്ഥം വരുന്ന യാഗ്വാർ എന്ന തദ്ദേശീയമായ പദത്തിൽ നിന്നാണ് ജാഗ്വാർ എന്ന പദം ഉരുത്തിരിഞ്ഞു വരുന്നത്. പുള്ളിപ്പുലിയേക്കാൾ വലുതും ഭാരവുമുള്ളവയാണിവ. പെൺ ജാഗ്വറേക്കാൾ വലുപ്പമുള്ളവയാണ് സാധാരണ ആൺ ജാഗ്വറുകൾ. ഇരയുടെ കഴുത്തിൽ കടിച്ച് കൊലപ്പെടുത്തുന്ന മാംസബുക്കുകളുടെ സ്വാഭാവിക ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി തന്റെ ശക്തമായ പല്ലുകൾ ഉപയോഗിച്ച് തലയോട്ടി തകർത്താണ് ഇവ ഇരകളെ കൊല്ലുന്നത്. പൂച്ചവർഗത്തിൽ ഏറ്റവും കാഠിന്യമേറിയ താടിയെല്ലും അതിനെ പൊതിഞ്ഞ ശക്തമായ മാംസപേശികളും ഉള്ളവയാണിവ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബൈറ്റ് ഫോഴ്സ് 1500 PSI ആണെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. ഇത് സിംഹത്തിന്റെ ബൈറ്റ് ഫോഴ്സിന്റെ ഏതാണ്ട് ഇരട്ടിയാണ് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ മുതലകളെയും ആമകളെയും പോലും അനായാസം ആഹാരമാക്കാൻ കഴിയുന്നവയാണിവ. പാന്തേര കുടുംബത്തിലെ ഈ മൃഗത്തിനെയാണ് നിബിഡമായ ആമസോൺ വനത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്നതാണ് ചുരുക്കം. ആമസോണിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ പേടി സ്വപ്നം കൂടിയാണ് ജാഗ്വർ. കൂട്ടം കൂടി നടക്കുകയോ അങ്ങനെ തന്നെ ഇര പിടിക്കുകയോ ചെയ്യുന്നവരല്ല ഇവർ. കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തരാണ് ഈ കൂട്ടർ. പുള്ളിപ്പുലികളെ പോലെ മരം കയറുന്ന സ്വഭാവം വിരളമാണ് ഇവയ്ക്ക്. എന്നാൽ കടുവകളെ പോലെ നല്ല നീന്തൽ വൈദഗ്ധ്യം ഉള്ളവരാണിവർ. സിംഹവും കടുവയും കഴിഞ്ഞാൽ ഏറ്റവും വലുപ്പം കൂടിയ പൂച്ചവർഗമായ ഇവ ജലസാന്നിധ്യമുള്ള ഇടതൂർന്ന കാടുകളിൽ ഏകാന്ത ജീവിതമാണ് നയിക്കുന്നത്. ചീറ്റയെ പോലെ നല്ല ഓട്ടക്കാരാണെങ്കിലും ഇര പിടിക്കാൻ ഈ കഴിവ് ഉപയോഗിക്കാത്തവരാണിവർ. ചീറ്റയും സിംഹവും ഒക്കെ ചെയ്യുന്നത് പോലെ ഇരയെ പിന്തുടർന്ന് പിടിക്കുന്നതിനേക്കാൾ ഇവയ്ക്കിഷ്ടം ഇരയെ പതിയിരുന്ന് കീഴ്പ്പെടുത്തുന്നതാണ്. കാഠിന്യമേറിയ താടിയെല്ലും മൂർച്ചയേറിയ പല്ലുകളും ഇവയുടെ ഇരപിടുത്തം എളുപ്പമാക്കുന്നു. ഒരിക്കൽ ഇവ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവയുടെ കണ്ണുകളിൽ നിന്ന് തെന്നി മാറുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആമസോണിലെ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉന്നത ശ്രേണിയിലാണ് ജാഗ്വാർ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്നല്ലേ? പ്രകൃതിയുടെ നിയമത്തെ കാത്തു സൂക്ഷിക്കുന്ന ജോലിയാണ് ഇവയ്ക്ക് ആമസോൺ കാടുകളിലുള്ളത്. ആമസോണിൽ നിരവധി ജീവജാലങ്ങൾ വസിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. മറ്റു ജീവജാലങ്ങളുടെ എണ്ണം അമിതമായി വർദ്ധിക്കാതെ ആമസോൺ മഴക്കാട്ടിലെ ആവാസ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവയാണ് ഇവ. ചെറിയ ജീവികളെ ഇരപിടിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കാത്ത ഇവയുടെ ലക്ഷ്യം കുറച്ചുകൂടി വലിയ മൃഗങ്ങൾ തന്നെയാണ്. വലിയ ആമകൾ, കാപ്പിബാരകൾ, മത്സ്യങ്ങൾ, മാനുകൾ, മുതലകൾ, കുരങ്ങുകൾ, പക്ഷികൾ തുടങ്ങി 85ഓളം ജീവിവർഗങ്ങളെ ഇവ ആഹാരമാക്കാറുണ്ട്. രാത്രിയും പകലും വേട്ടയ്ക്കിറങ്ങുന്ന ഇവ രാത്രികാലങ്ങളിൽ ഇര തേടി കിലോമീറ്ററുകളോളം സഞ്ചരിക്കാറുണ്ട്. സ്വന്തം ശരീരത്തിന്റെ 4 ഇരട്ടി വലുപ്പമുള്ള ജീവികളെ പോലും വേട്ടയാടാറുള്ള ഇവ ഒരർത്ഥത്തിൽ ആമസോണിന്റെ അധിപൻ തന്നെയാണ്. ആ മണ്ണിലെ ആവാസ വ്യവസ്ഥയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന കാട്ടുരാജാവ്. അതെ, ആമസോണിന്റെ യഥാർത്ഥ രാജാവ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.